പഠിച്ചത് കുട്ടനാട് താലൂക്കിൽ ഇടത്വ എന്ന സ്ഥലത്താണ് എൻ്റെ ജന്മസ്ഥലം. ഞാൻ പഠിച്ചത് ബേസിക്കൊക്കെ ഇടത്വയിൽ തന്നെയായിരുന്നു, സ്കൂളിലും കോളേജുകളിലും. അതിനുശേഷം നോർത്ത് ഇന്ത്യയിലും ബോംബെ, ബെർലി തുടങ്ങിയ സ്ഥലങ്ങളിൽ പഠനവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു. അതിനെ തുടർന്ന് ഞാൻ മെഡിക്കൽ ലൈനിൽ ന്യൂറോ റേഡിയോളജി ലൈനിൽ പഠിക്കുവാനിടയായി. തുടർന്ന് ഞാൻ കുവൈറ്റിലേക്ക് പോകാൻ ദൈവം ഒരു അവസരമൊരുക്കി. 4 വർഷം ഞാൻ ബാച്ചലറായിട്ട് ആയിരിക്കുമ്പോൾ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അവിടുത്തെ മധുവായിൽ ശുശ്രൂഷിക്കാനും സൺഡേ സ്കൂൾ പഠിക്കുവാനും ഒക്കെ കർത്താവ് അവസരമൊരുക്കി. ദീർഘ 28 വർഷക്കാലം ഞാൻ മധുവായിൽ കയറുകയും 20 വർഷത്തോളം സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും വിവിധ ഭാഗങ്ങളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ബോംബെയിലായിരിക്കുമ്പോൾ ഞാൻ ബോംബെ ഹോസ്പിറ്റലായിരുന്നു. കുവൈറ്റിലായിരിക്കുമ്പോൾ കുവൈറ്റ് മിനിസ്ട്രിയിൽ സഭാ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലെ ന്യൂറോ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വേല ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് എൻ്റെ ടേബിളിൽ വന്ന ഒരു കുട്ടിയെ, ലുക്കീമിയ ബാധിച്ച ആ പൈതലിനെ കിഡ്നിയുടെ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ അടുക്കൽ വന്നപ്പോൾ എൻ്റെ ചാർട്ട് നോക്കിയപ്പോൾ ഹീമോഗ്ലോബിൻ 3 കണ്ട് എന്നെ ചിന്തിപ്പിച്ചു. ആരെ ഉള്ളിലിരുന്ന് പറയുന്നത് പോലെ ഒന്ന് പ്രാർത്ഥിച്ചാൽ എന്തെന്ന്. അതിനെ തുടർന്ന് അവരുടെ പേരൻസുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവരനുകൂലിച്ചു. അവരും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയുള്ളവരായിരുന്നു. നിഷ എന്നാണ് കുട്ടിയുടെ പേര്. ചാർട്ട് പരിശോധിച്ചപ്പോൾ എൻ്റെ ഹീമോഗ്ലോബിൻ 3 കണ്ടതാണ്. ഈ കുട്ടി താമസിക്കാതെ മരിച്ചു പോകുമല്ലോ, ആരെ ഉള്ളിലിരുന്ന് പറയുന്നത് പോലെ ഒന്ന് പ്രാർത്ഥിച്ചാൽ എന്തെന്ന്. ചുരുക്കി പറഞ്ഞാൽ അവർ സമ്മതിച്ചു. ഇന്നും ആ കുട്ടി ജീവിക്കുന്നു. അതിനെ തുടർന്ന് പല കേസുകൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ വിടുതൽ കിട്ടിത്തുടങ്ങി. ഈ സത്യവെളിച്ചം മറ്റുള്ളവരോട് പകരാനായിട്ട് ബിംബാരാധന സത്യമല്ല, ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണമെന്നുള്ള സത്യം മനസ്സിലാക്കിയപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പകരണമെന്നുള്ളൊരു വലിയ ആഗ്രഹത്തോടെ അവിടെ ചെറിയൊരു കൂടിവരവ് ആരംഭിച്ചു. കോട്ടേജ് മീറ്റിങ്ങുകളായിട്ട് എല്ലാ വ്യാഴാഴ്ച വൈകിട്ടും ഓരോ വീടുകളിലായിട്ട് ഇങ്ങനെ കൂടി അനേകർ വന്നു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അടുത്തു വരുവാനും രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാനും കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാനും ഒക്കെ ഇടയായി. ഞാൻ സ്നാനത്തിന് വളരെ എതിരായിരുന്നു. എന്നാൽ ദൈവാത്മാവ് എന്നോട് ഇടപെടുവാൻ തുടങ്ങി. സ്നാനം സത്യമാണെന്നും അതിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ കർത്താവ് കൊണ്ടുപോയി. ഫിലിപ്പോസ് ഷണ്ണനുമായിട്ടുള്ള വിഷയങ്ങൾ, കാരാഗ്രഹപ്രമാണിയും കുടുംബവും സ്നാനപ്പെട്ട വിഷയം, കർത്താവും യോഹന്നാനും തമ്മിലുള്ള ബന്ധത്തിൽ ഉള്ള സംസാര വിഷയങ്ങൾ, ഇപ്പോൾ സമ്മതിക്കുക ഇങ്ങനെ സകല നീതിയും നിറവേറേണ്ടത് തന്നെയെന്ന് യോഹന്നാനോട് യേശു പറഞ്ഞ ഭാഗവും, യേശു യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട ആ സംഭവങ്ങളൊക്കെ ദൈവം എന്നോട് വിവരിച്ച് വ്യക്തമായിട്ട് സംസാരിച്ചെങ്കിലും ഞാൻ എന്തു പറഞ്ഞാലും അവസാനം പറയും, കർത്താവെ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം, പക്ഷേ സ്നാനം മാത്രം എന്നോട് പറയരുത്. അവസാനം ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു, മകനെ, ലോകത്തെയും ലോകത്തുള്ള സ്ഥലത്തെയും സൃഷ്ടിച്ചവനായ ഞാൻ സൃഷ്ടിച്ച സൃഷ്ടിയായ യോഹന്നാൻ്റെ കൈക്കീഴിൽ തല കുനിച്ചു കൊടുത്തുവെങ്കിൽ നിനക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് എന്നോട് സംസാരിച്ചു. അതെനിക്ക് വ്യക്തമായി മനസ്സിലായി. ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ഒരു 15 ദിവസത്തെ എമർജൻസി ലീവ് എടുത്ത് എൻ്റെ ഭാര്യയോട് പോലും ആ വിഷയം പറയാതെ നാട്ടിൽ വന്ന് ഞാൻ സ്നാനപ്പെട്ട് മടങ്ങിച്ചെന്നു. അതിനെ തുടർന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമേറിയ രീതിയിൽ എന്നോട് സംസാരിക്കാൻ ഇടപെടുവാനും തുടങ്ങി. എൻ്റെ ഭാര്യ എനിക്കെതിരായിരുന്നു. ഞാനൊരു ബന്ധിക്കോസുകാരനെയല്ല കിട്ടിയത്, ഓർത്തോ എന്ന് വരെ എന്നോട് ചോദിച്ചു. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് 4 കുട്ടികളായി. ആ സമയത്ത് ദൈവം എന്നോട് പറഞ്ഞു, നീ ജോലി വിട്ടിട്ട് എൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങണമെന്ന്. അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്ത് എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് 1987 മെയ് മാസം 24-ാം തീയതി തിരുവനന്തപുരത്ത് വന്ന് ലാൻഡ് ചെയ്തു. അതിനു മുമ്പ് കവടിയാറിൽ ഈ വീടിൻ്റെ ക്രമീകരണമൊക്കെ കർത്താവ് ചെയ്തു തന്നു. അങ്ങനെ ഞങ്ങൾ ഈ വീട്ടിൽ വന്ന്
താമസം ആരംഭിച്ചു. കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു. ഇളയമോന് അന്ന് 7 മാസം 8 മാസം പ്രായമുള്ളായിരുന്നു. അതിനെ തുടർന്ന് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ചെറിയ തോതിൽ കർത്താവിൻ്റെ വേല, വെട്ടുകാട്, വേളി, ശീലാന്തിമുക്ക്, ശംഖുമുഖം തുടങ്ങിയ സ്ഥലങ്ങളിൽ ആരംഭിച്ചു. മേലത്തുവേല എന്നുള്ള സ്ഥലത്ത് തുടങ്ങി. അവിടെയൊക്കെ അനേകർ കർത്താവിലേക്ക് വരുന്നത് കാണാൻ കർത്താവ് ഇടയാക്കി. എവിടെ പോയാലും ഏത് വിഷയത്തിന് പ്രാർത്ഥിച്ചാലും രോഗികൾ സൗഖ്യമാകുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. കുരുടരെ കാഴ്ച കൊട്ട്, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു, മുടന്തർ നടക്കുന്നു. അങ്ങനെ തുടങ്ങിയ അനേക അത്ഭുതങ്ങൾ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണുവാനിടയായി. ഞാൻ മോറിസറിലോയുടെ ഒരു മീറ്റിങ്ങിന് കൽക്കട്ടയിൽ പോയപ്പോൾ ഒരു സമയത്ത് തന്നെ ഓൾട്ടർ കോൾ വിളിച്ചപ്പോൾ ഡെംബ് ആൻഡ് ഡെഫായിട്ടുള്ള 13 രോഗികൾ എൻ്റെ മുമ്പിൽ വന്നു. അതിൽ 10 പേരും ഡെംബ് ആൻഡ് ഡെഫായിരുന്നു. വിരലുകൾ അവരുടെ ചെവിയിലിട്ടപ്പോൾ 2 ചെവിയും തുറന്നു. ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു, ബോലോ ബോലോ എന്നിങ്ങനെ ഹിന്ദിയിൽ പറഞ്ഞപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങി. 10 പേരും കേൾക്കുകയും 10 പേരും സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. അനേകരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ കടന്നു പോകാൻ, കാനഡ, അമേരിക്ക, ജർമ്മനി അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കർത്താവ് എന്നെ അയച്ചിടത്തൊക്കെ ഓരോരുത്തർക്കും ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി. അമേരിക്കയിൽ ഒക്ലഹോമയിലുണ്ടായ അനേക വിടുതലുകൾ ഒരു വിടുതൽ പറയാം. ഒരു കുടുംബത്തിൽ 14 വർഷമായി കുട്ടികളില്ലായിരുന്നു. പതിവിന് വിരുദ്ധമായി ഞാൻ ചോദിച്ചു, എത്ര കുട്ടികളെ വേണം? അവർ പറഞ്ഞു 3 കുട്ടികളെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും കൺസൾട്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ ഇവർക്ക് 3 കുട്ടികളുണ്ടാകട്ടെ. ഒറ്റ പ്രസവത്തിൽ 3 കുട്ടികൾ. അത്ഭുതകരമായൊരു വിടുതൽ അവിടെ നടന്നു. അങ്ങനെ അനേക വിടുതലുകൾ അവിടെ ഇവിടെയായിട്ടൊക്കെ കർത്താവ് നടക്കാൻ തുടങ്ങി. പെണ്ണ് ഉണ്ട്, ആണിനെ വേണമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആണിനെ ദൈവം കൊടുക്കും. വിവാഹം നടക്കാത്ത കേസ് വിവാഹം നടക്കും. ഡൈവോഴ്സിൻ്റെ വക്കിലായത് കർത്താവ് ക്രമീകരണം ചെയ്യും. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കടബാധ്യതയുള്ള അനേകർ വന്നിട്ടുണ്ട്. അവരുടെ കടബാധ്യതകളൊക്കെ കർത്താവ് മാറ്റുന്നത് കാണുവാനും കേൾക്കുവാനും കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഇന്ന വിഷയമൊന്നൊന്നുമില്ല. അനേക ഭ്രാന്തന്മാരെ കർത്താവ് സൗഖ്യമാക്കി. 3000 ഭൂതങ്ങൾ, 6000 ഭൂതങ്ങളുള്ളവരെയൊക്കെ കർത്താവ് വിടിവിച്ചു. ഇന്ന് പലരും ശുശ്രൂഷാമുഖത്തുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ കടന്നു പോകുവാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ, ആസാം, നേപ്പാൾ, അങ്ങനെ ആ ഏരിയ മുഴുവൻ, ബോംബെ, ഡൽഹി, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും കർത്താവിനെ അയക്കുന്നിടത്തൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുവാനും അനേകരുടെ കണ്ണുനീരൊപ്പുവാനും കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിൻ്റെ വേല തികയ്ക്കണമെന്നൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പേരോ പ്രശസ്തിയോ എന്നെയോ ലോകം അറിയരുത്, എൻ്റെ കർത്താവിനെ മാത്രമേ അറിയാവൂ എന്നാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. എനിക്ക് 4 മക്കളുണ്ട്. അത് മൂത്ത മോന് കുടുംബമായി അവനൊരു കുട്ടി, രണ്ടാമത്തെ മോന് 2 കുട്ടികളുണ്ട്, ആൺകുട്ടികൾ. മൂന്നാമത്തേത് മോളാണ്. മോൾക്ക് 2 കുട്ടികൾ. അവർ 2 പേരും ജോലിക്ക്, ഒരാളെ സണ്ണിലോ ജോലി ചെയ്യുന്നുണ്ട്, ടെക്നോ പാർക്കിലാണ്. ഏറ്റവും ഇളയാൾ അവൻ ഓർത്തോഡെന്റിസ്റ്റാണ്. അവൻ്റെ വൈഫ് ഇപ്പോൾ PG ഫൈനലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. 1 മാസം കൂടെ കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യും. പുഷ്പഗിരിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും കുടുംബസ്ഥരായി. കർത്താവ് അത്ഭുതകരമായിട്ട് ഞങ്ങളെ നടത്തുന്നു. ഇവിടെ ഞങ്ങൾക്ക് പല കൂടിവരവുകളുണ്ടായിരുന്നു. തമിഴ് സർവീസ് ഉണ്ടായിരുന്നു, മലയാള സർവീസ് ഉണ്ടായിരുന്നു. പല സഭകൾ ഇടുക്കിയിലെ ഏലപ്പാറ, റാണികോവിൽ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. മേലെന്ന് പറഞ്ഞ സ്ഥലത്ത്. അതുകൂടാതെ അരുവിക്കരിക്കടുത്ത് മൈലമെന്ന് പറഞ്ഞ സ്ഥലത്ത് ചർച്ചുണ്ടായിരുന്നു. ഇപ്പം കോവളത്ത് ഞങ്ങൾക്ക് ചർച്ചുണ്ട്. അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ കർത്താവ് ചെയ്യിക്കാനിടയായി. ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ അനേക പ്രവൃത്തികൾ കാണുവാൻ കർത്താവ് ഇടയാക്കി. ദൈവ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. ഏത് വിഷയം പ്രാർത്ഥിച്ചാലും ആ വിഷയത്തിന് കർത്താവ് സൗഖ്യം കൊടുക്കും. കിഡ്നി രോഗികളെ സൗഖ്യമാക്കുവാനും പാരലൈസ്ഡ് ആയിട്ടുള്ളവരുടെ വിടുതൽ കാണുവാനൊക്കെ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഹൈഡ്രോസ്കെഫാൽസിസ് എന്ന് പറയും. അത് തല വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഇവിടെ വന്നു. അത്ഭുതമെന്ന് പറയട്ടെ, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ തലയിലെ വെള്ളം പറ്റി. ഒരിക്കലും സംഭവിക്കാത്തതാണ്. അതിന് ശാസ്ത്രീയമായ രീതിയിൽ ഒരു ഷണ്ടിട്ട് ആസ്പിറേറ്റ് ചെയ്താൽ പിന്നെയും വെള്ളം ഫോം ചെയ്യും. വലിയ തലയാണ്. കുട്ടിക്ക് എഴുന്നേക്കാൻ വയ്യ, തലയിട്ടിങ്ങനെ ആട്ടത്തേ ഉള്ളായിരുന്നു. ആ സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞുടനെ അത്ഭുതകരമായിട്ട് എൻ്റെ തല നോർമലായി.
അങ്ങനെ തുടങ്ങി ഇന്ന വിഷയമൊന്നുമില്ല, അനേക വിഷയങ്ങൾ ഏതെല്ലാം വിഷയങ്ങൾ വന്നിട്ടുണ്ടോ അതിലൊക്കെ ദൈവപ്രവൃത്തി കാണുവാനിടയായിട്ടുണ്ട്. കിഡ്നി സുഖമാകുന്നത്, അങ്ങനെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. ഏത് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ആ രോഗം കർത്താവ് സൗഖ്യമാക്കും. അനേക ക്യാൻസർ രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ ദൈവാത്മാവ് പ്രേരിപ്പിച്ചതുകൊണ്ടൊരു പുസ്തകം എഴുതാൻ വളരെയധികം ദൈവാത്മാവ് ഹേമിച്ചതുകൊണ്ട് ഞാൻ പുസ്തകം എഴുതാൻ ആരംഭിച്ചു. അങ്ങനെയാണ് ഈ പുസ്തകം എഴുതാനിടയായത്. 3 വർഷമായി. വിടുതൽ മാസിക എന്നൊരു മാസികയായി ഞങ്ങൾ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അത് വിവിധ രാജ്യങ്ങളിലേക്കും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും പോസ്റ്റലായിട്ട് ഞങ്ങൾ അയച്ചു കൊടുത്ത് അങ്ങനെ തുടങ്ങിയ സംരംഭമാണിത്. അപ്പം ദൈവം ചെയ്യുന്ന ഓരോ വിടുതലുകളുടെ ഡേറ്റ് വരെ ഇട്ടാണ് അന്ന് എഴുതിക്കൊണ്ടിരുന്നത്. ഓരോ ഡേറ്റിൽ എവിടെയൊക്കെ നടക്കുന്നു, എന്തെല്ലാം നടക്കുന്നു, അതിങ്ങനെ പബ്ലിഷ് ചെയ്ത് അങ്ങനെ മുൻപോട്ട് പോയി. കുറേ വർഷങ്ങളത് കർത്താവ് നടത്തി. സെൻറ്റ് ജോസഫ് പ്രസ്സിൽ ട്രിവാൻഡ്രത്ത് സെൻറ്റ് ജോസഫ് പ്രസ്സിലായിരുന്നു പ്രിൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോവിഡിന് തൊട്ട് മുമ്പുള്ള സമയത്ത് അവസാനം അത് നിൽക്കേണ്ടതായിട്ട് വന്നു. കാരണം പോസ്റ്റലായിട്ട് സ്റ്റാമ്പ് കിട്ടാതെ വന്നു. ചില ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ ഉണ്ടായി. അതിനെ തുടർന്ന് അവസാനം ആ മാസിക നിർത്തിക്കഴിഞ്ഞപ്പോൾ ഓർത്തു, ഇതുവരെ ഉണ്ടായ അനുഭവങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു പുസ്തകം എന്നുള്ള രീതിയിൽ ഇറക്കാമെന്ന് ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് മോഹനദാസ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ, കർത്താവിൻ്റെ ദാസൻ, എന്നെ സഹായിച്ചു. പുള്ളിയുടെ സഹായത്തോടുകൂടി ഈ എഴുതി കൊടുത്തതെല്ലാം പുള്ളി ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് ഒരു പുസ്തക രൂപേണ പുറത്തിറക്കി. കാനമച്ചൻ എന്ന് പറഞ്ഞൊരു ദൈവദാസൻ ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹമാണ് ഇത് പബ്ലിഷ് ചെയ്തത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകരുടെ വിടുതലുകൾ അഭിഷേകം പ്രാപിക്കാൻ, കുട്ടികൾ വരെ വിടുതൽ അനുഭവിപ്പാൻ, ഏത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇന്നതൊന്നൊന്നുമില്ല, ഇപ്പോഴും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ പേരുക്കട ഹോസ്പിറ്റലിൽ കടന്നുപോയി. ഒരു വാർഡിലെ കുറേ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നലെ ചെന്നപ്പോൾ അവരെല്ലാവരും ഡിസ്ചാർജ് മേടിച്ചു പോയി. അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ കിടന്നവരാരും ബാക്കിയില്ല. എല്ലാവരും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും കർത്താവ് വിടുതൽ തന്നു. ഈ ബുധനാഴ്ചയും പോയപ്പോൾ അനേകർ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനൊക്കെ ഇടയായി. പിന്നെയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. ഇത് നിന്നു പോകുന്ന ശുശ്രൂഷയല്ല, കർത്താവ് തന്ന ശുശ്രൂഷയാണ്. അന്നും ഇന്നും ഒരുപോലെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് ചെയ്യുന്നത് ദൈവനാമ മഹത്വത്തിനായിട്ടാണ്. കർത്താവിൻ്റെ പ്രത്യേകത, അവൻ മഹത്വം മറ്റൊരുവന് വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. അവൻ മാത്രം മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനാണ്. അതുകൊണ്ട് സകല മഹത്വവും അറക്കപ്പെട്ട കുഞ്ഞാടിന് കരയേറ്റുകയാണ്. ഇനിയും ഏത് വിഷയം വന്നാലും ഫോണിൽ കൂടെയൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പല വിഷയങ്ങൾ ഞാൻ ഇപ്പോഴും ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാറുണ്ട്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പലരും വിളിക്കാറുണ്ട്. വിളിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളുടെ വ്യാപാരങ്ങൾ എന്ത് ശക്തിയാണ്, എന്ത് ആണെന്നൊക്കെ വ്യക്തമായി ദൈവം സംസാരിക്കും. ആ ശക്തികളെ ശാസിച്ച് പുറത്താക്കുകയും ദൈവം അത്ഭുതകരമായി അവർക്ക് വിടുതൽ കൽപ്പിക്കുകയും ചെയ്യും. ഓരോ ബന്ധനങ്ങളുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളുണ്ട്. പ്രേതശക്തികൾ, നാഗശക്തികൾ, അങ്ങനെ തുടങ്ങിയ പല അന്യാരാധന ശക്തികൾ വ്യക്തികളിൽ ആവഹിക്കുമ്പോൾ അവരുടെ മാനസിക നില തെറ്റി, സമനില തെറ്റി, അവർ മാനസിക രോഗികളായി മാറുകയും ടെൻഷൻ ഉണ്ടാക്കുകയും ചിലരെ ആത്മഹത്യയിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അനേകരുടെ വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, അനേകരെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് വിടുവിക്കാനൊക്കെ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. പറഞ്ഞാൽ തീരാത്തതുപോലെയുള്ള അനേക അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. അതിൻ്റെ ഈ കുറേ ഭാഗങ്ങൾ മാത്രമാണ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ഞങ്ങളുടെ പുസ്തകത്തിൻ്റെ പേരിട്ടേക്കുന്ന അത്ഭുത വിടുതൽ എന്നാണ്. ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹമായിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അത് ഇച്ചിരി എക്സ്പെൻസീവായിട്ടാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ആ ലെറ്റേഴ്സും വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് വായിക്കാൻ കഴിവുള്ളവർ മേടിച്ച് വായിച്ച് അതിനകത്തെ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്കും വ്യത്യാസം വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആകയാൽ ഇതിനെക്കുറിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ പറഞ്ഞ് ചുരുക്കുകയാണ്. വായിക്കുന്ന ശീലമില്ലെങ്കിലും
ഇതൊരിക്കൽ വായിച്ചു തുടങ്ങിയാൽ അത് തീരുന്നിടം വരെ വായിക്കുന്ന ആര് വായിച്ചാലും അവസാനം വരെ തീർക്കാതെ എഴുന്നേൽക്കത്തില്ലെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ വായിക്കാൻ തുടങ്ങിയാൽ തീർത്തിട്ടേ എഴുന്നേൽക്കത്തുള്ളൂ. അത് ചിലപ്പം 3 മണിക്കൂറോ 4 മണിക്കൂറോ 6 മണിക്കൂറോ ഒക്കെ എടുത്തെന്നിരിക്കാം. അങ്ങനെ പലരും എന്നോട് പറഞ്ഞു. ഇന്നലെയും വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ആ ഭാഗങ്ങളൊക്കെ വായിക്കുന്നു, വലിയ അത്ഭുതങ്ങളാണല്ലോ പാസ്റ്ററെ ദൈവം ചെയ്യുന്നത് എന്നൊക്കെ പറയാനിടയായി. കർത്താവിന് വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ വ്യക്തികളെ കർത്താവിലേക്ക് ആനയിക്കാനും കർത്താവിന് വിടുവിക്കാനും കഴിയുമെന്നുള്ളതും ഇന്നും യേശുക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായൊരു തെളിവാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ അനുഭവങ്ങളും. എൻ്റെ ആവശ്യങ്ങളെല്ലാം കർത്താവ് നടത്തി. ഒരു മനുഷ്യൻ്റെയും മുമ്പിൽ കൈ നീട്ടാതെ കർത്താവിൻ്റെ പുണ്യമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഓട്ടമോടി ഇതുവരെയും കർത്താവ് ഓടിച്ചു. മക്കളുടെ വിദ്യാഭ്യാസം, ഭാവി എല്ലാം കർത്താവ് അനുഗ്രഹിച്ചു. ഇതുവരെ കർത്താവ് നടത്തിയ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരാരും എൻ്റെ ശുശ്രൂഷയ്ക്ക് തടസ്സം നിന്നിട്ടില്ല. എന്നെ എൻകറേജ് ചെയ്തിട്ടേ ഉള്ളൂ. കർത്താവ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും കർത്താവ് നടത്തുന്നു. കർത്താവ് വിശ്വസ്തനാണ്. അവൻ്റെ വിശ്വസ്തയ്ക്ക് ഒരിക്കലും ഭംഗം വരത്തില്ല, വന്നിട്ടുമില്ല. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ചെയ്ത കൃപയ്ക്കൊത്തവണ്ണം ഞാൻ മുന്നേറുന്നു. ഇപ്പോഴെനിക്ക് 76 വയസ്സ് കഴിഞ്ഞു. സെപ്റ്റംബർ 1-ാം തീയതി ആകുമ്പോൾ 77ലേക്ക് ഞാൻ പ്രവേശിക്കും. ഇതുവരെ ദൈവം എന്നെ നടത്തിയ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് കർത്താവ് ആയുസ്സ് തരുന്നെങ്കിൽ, ആരോഗ്യം തരുന്നെങ്കിൽ, പിന്നെയും മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുവാനും പ്രാർത്ഥിപ്പാനും പ്രതിഫലമൊന്നും ഇച്ഛിക്കാതെ കർത്താവിൻ്റെ വേല മുന്നോട്ട് കൊണ്ടുപോകാനും ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അതിനുള്ള ആയുസ്സും ആരോഗ്യവും തരട്ടെ. ദൈവത്തിൻ്റെ സമയത്ത് നിത്യതയിലാക്കിക്കൊണ്ട് ഞാൻ ഓടുകയാണ്. കർത്താവിൻ്റെ സമയത്ത് നിത്യതയിൽ ചെന്ന് ചേരണമെന്നുള്ള പ്രത്യാശയോടെ ഞാൻ മുന്നേറുന്നു. ഇത് കേൾക്കുന്ന നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. എൻ്റെ ഭാര്യയുടെ പേര് ലില്ലി എന്നാണ്. എൻ്റെ പേര് രാജു. എന്നെ അറിയപ്പെടുന്നത് രാജു കവടിയാർ എന്നുള്ള പേരിലാണ് എന്നെ അറിയപ്പെടുന്നത്. എൻ്റെ മൂത്ത മോൻ്റെ പേര് ലിജോ, രണ്ടാമത്തെ ആളുടെ പേര് റിജോ, മൂന്നാമത്തെ മോളാണ് പ്രൈസ്, ഇളയാളുടെ പേര് ജിജോ. എൻ്റെ ഒരേ ഒരു ലക്ഷ്യം കർത്താവിനെ ഉയർത്തുക എന്ന് മാത്രമാണ്. എന്നെ ലോകമറിയരുത്, ദൈവത്തെ, യേശുവിനെ ലോകമറിയണം. ആ ചിന്താഗതി മാത്രമാണ് എൻ്റെ ഹൃദയത്തിൽ. അതുകൊണ്ട് പുസ്തകം എഴുതുന്നതിനെക്കുറിച്ച് ഞാൻ വളരെ റിലക്റ്റൻ്റായിരുന്നു. കാരണം മറ്റുള്ളവരെന്നെ അറിയരുതെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അവസാനം ദൈവാത്മാവ് വളരെ ശക്തമായിട്ട് എന്നോട് ഇടപെട്ടു. എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്ന അനുഭവങ്ങൾ കുറിക്കാൻ ദൈവാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ചതുകൊണ്ടാണ് ഈ പുസ്തകം എഴുതാനിടയായത്. ഇത് 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു ഭാഗം എൻ്റെ ജീവിതം, ഞാൻ എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വന്നത്, എൻ്റെ ഭാര്യ എങ്ങനെയാണ് സ്നാനപ്പെട്ട് ദൈവഭാഗത്ത് വന്നത്, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലെ എങ്ങനെയാണ് അഭിഷേകം പകർന്നത്, അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ആദ്യത്തെ ഭാഗങ്ങളായിട്ട് വരും. രണ്ടാമത്തെ ഭാഗങ്ങൾ എൻ്റെ ശുശ്രൂഷ അനുഭവങ്ങളാണ്. അനേക സ്ഥലങ്ങളിൽ പോയ മിക്കവാറും ഏറെക്കുറെ എല്ലാം ഒന്നും എഴുതാൻ പറ്റത്തില്ല, അതുപോലത്തെ ഡീപ്പായിട്ടുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. എല്ലാ വിഷയങ്ങളും പബ്ലിസിറ്റി ചെയ്യാൻ കഴിയാത്തതുണ്ട്. അതുകൊണ്ട് ഏറെക്കുറെ ദൈവാത്മാവ് പ്രേരിപ്പിച്ച വിഷയങ്ങൾ മാത്രം അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതാനിടയായി. വിവിധ രാജ്യങ്ങളിൽ പോയി സംഭവിച്ചതൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3-ാം ഭാഗം സംഭവിച്ച വിഷയത്തിന് വിടുതൽ കിട്ടിയവരുടെ അനുഭവ സാക്ഷികളാണ് 3-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ലോകമറിയണം യേശു ഇന്നും ജീവിക്കുന്നുവെന്ന്. യേശുവിന് ഇന്നും കഴിയാത്തത് അന്നത്തെ കാലത്ത് കർത്താവ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചിലരുപരി കാര്യങ്ങളെ ചെയ്യുമെന്ന്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്നും ദൈവപ്രവൃത്തി ലോകത്തിൻ്റെ മധ്യത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനേക ദൈവദാസന്മാരെ കർത്താവിൻ്റെ വേലയിൽ ശക്തമായിട്ടെടുത്ത് ഉപയോഗിക്കുന്നു. ഈ പുസ്തകം ലോകത്തിൻ്റെ മുൻപാകെ കാഴ്ചവയ്ക്കുവാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട്. കാരണം ഇത് വലിയ അനുഭവങ്ങളുടെ വലിയൊരു കൂമ്പാരമാണ് ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ. ഇത് വായിക്കുമ്പോൾ അനേകർ അത്ഭുതപ്പെടും. യേശു ജീവിക്കുന്നു, ഇതെൻ്റെ വിഷയമാണല്ലോ. അനേകരുടെ വിഷയങ്ങൾ സ്പർശിക്കത്തക്ക രീതിയിലുള്ള വിടുതലുകൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. ആകയാൽ ഈ പുസ്തകം മറ്റുള്ളവരുടെ മുമ്പാകെ വെളിപ്പെടുത്തുവാൻ അല്ലെങ്കിൽ കാണിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അനേകരിത് വായിച്ച് ഇതിൻ്റെ സത്യം മനസ്സിലാക്കി കർത്താവിനെ
ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് മുൻപോട്ട് വരുവാനും യേശു ഇന്നും ജീവിക്കുന്നു, യേശുവിന് കഴിയാത്ത ഒന്നുമില്ല, യേശുവിൻ്റെ പ്രവൃത്തി നിന്നു പോയിട്ടില്ല, ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മറ്റുള്ള മുൻപാകെ വെളിപ്പെടുത്തുവാൻ ഞാനിതിലൂടെ ആഗ്രഹിക്കുന്നു. എൻ്റെ കാലം കഴിഞ്ഞാലും തലമുറകൾ ഇത് വായിച്ച് കർത്താവിലേക്ക് വരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഞങ്ങളിത് പുറത്തിറക്കിയത്. ഇപ്പോൾ ഏകദേശം സാക്ഷി പറയാനും അനേകരുടെ ഫോൺ കോളുകൾ ലഭിക്കുവാനും നേരിട്ട് വന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ ഇടയായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലെ രഹസ്യം, ഇതിൻ്റെ പ്രവൃത്തിയുടെ പിന്നിൽ പ്രവർത്തിച്ചത് ദൈവാത്മാവാണ്. പരിശുദ്ധാത്മാവിന് കഴിയാത്തതൊന്നുമില്ല. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഈ പുസ്തകം എഴുതിയത്. ഇത് അനേകരുടെ ജീവിതത്തിൽ വിടുതലിനും വിശ്വാസത്തിനും മുൻപോട്ടുള്ള ജീവിതത്തിനും ഒരു അത്താണിയായി മാറേണ്ടതിന് ഞാനിതിനായിട്ട് ഇതോർത്ത് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനൊരവസരം ഈ പ്രിയപ്പെട്ടവർ എനിക്ക് വേണ്ടി ഒരുക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും, ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഫസ്റ്റ് അനുഭവമാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത്. കാരണം ഞാൻ ഒരിക്കലും എന്നെ ഉയർത്താൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നാൽ ഈ പുസ്തകം വായിച്ച ചിലരുടെ അനുഭവം കൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. ആകയാൽ ഞാൻ ഈ സംരംഭം ദൈവനാമ മഹത്വത്തിനായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നു. ഇത് പബ്ലിഷ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വായനാശീലം ആദിമകാലങ്ങളുണ്ടായിരുന്നത് പോലെ ഈ കാലങ്ങളിൽ, ഈ തലമുറയിൽ വളരെ കുറവാണ്. വാട്സപ്പ് മുതൽ യൂട്യൂബ് അങ്ങനെ തുടങ്ങിയ പല രീതിയിൽ വളരെ ചുരുക്കമായ രീതിയിലുള്ളൊരു വായനാശീലം മാത്രമേ ഇപ്പോഴത്തെ ജനത്തിനുള്ളൂ. വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ വ്യത്യാസമില്ലാതെ വായനാശീലം പൊതുവെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ കുറവാണ്. പണ്ട് നോവലുകൾ എഴുതുകയും നോവലുകൾ വായിക്കുകയും പല പല പുസ്തകങ്ങൾ, ജ്ഞാനസംബന്ധമായ പല പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ടായിരുന്നു. ആ സ്വഭാവത്തിന് വലിയ വ്യത്യാസം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കമാണ്. കൊച്ചു കുട്ടികൾ വരെ വാട്സപ്പ് ഉപയോഗിക്കും. അതുവഴി മെസ്സേജ് അയക്കും, ഷോർട്ട് മെസ്സേജ് വായിച്ച് അന്നേരം തന്നെ അതങ്ങ് കളയും. പക്ഷേ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചാലുള്ളത് പെർമനൻ്റായിട്ടുള്ളൊരു സൊല്യൂഷനാണ്, റെക്കോർഡാണ് ഇത്. ഇന്ന് വേണമെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും എന്തെല്ലാം പഴക്കങ്ങൾ വന്നാലും പുസ്തകത്തിന് പഴക്കം വരത്തില്ല. അതിനകത്ത് എഴുതിയിരിക്കുന്ന സത്യം സത്യം തന്നെയാണെന്ന് ലോകം അറിയും. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. കർത്താവ് അത്